ഇംഗ്ലീഷ് അനായാസം സംസാരിക്കാൻ സഹായിക്കുന്ന ഈ പാഠ്യപദ്ധതിയുടെ കഴിഞ്ഞ സെഗ്മെൻറ്റ്സ് കാണുവാൻ വേണ്ടി സർഗം അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. Now, level 2 exercise. Number 5 level 2. This is very important. Level 1 നമുക്ക് വേണ്ട, ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്താ കാര്യം മനസ്സിലായി? Now level 2 is important. നോക്കാം. Plus I, a simple sentence. I called Mohan. Very simple sentence. എപ്പോഴാണെന്നും പറയുന്നില്ല. I called Mohan. ഞാൻ മോഹനെ വിളിച്ചു. Okay. Called. We haven't been 2 with 3. I called Mohan. Plus. വിളിച്ചില്ല എങ്ങനെ പറയും? വിളിച്ചില്ല. ഞാൻ മോഹനെ വിളിച്ചില്ല. There we have to bring in this subtool did. കണ്ടോ? അപ്പോൾ I ചെയ്തില്ല എന്നും പറയണ്ടേ? കണ്ടില്ല. ഞാൻ സിനിമ കണ്ടില്ല. ഞാളെ കണ്ടില്ല. അവിടെ പോയില്ല. സോ ഐ കോൾ മോഹൻ. ഞാൻ മോഹനെ വിളിച്ചില്ല. I didn't call Mohan. So here, see, I did not, എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ്, കോൺട്രാക്ഷൻ ആണ്. Didn't ഷോർട്ട് ഫോം. did not തന്നെയാണ്. I didn't call, അതാണ് ശ്രദ്ധിക്കേണ്ടത്. I didn't called എന്ന് എഴുതിയാൽ പോയി. I didn't call Mohan. Why? അവിടെ നമ്മളൊരു പോയിന്റ് ഇവിടെ മനസ്സിലാക്കുകയാണ്. Did plus V1 is V2 in any verb, in every verb. എന്താ പറയുന്നത്? Did plus V1 ആണ് V2. നോക്കാം. Come, came, come. Did come ആണ് came. Go, went, gone. Did go ആണ് went. കേട്ടോ? Did plus V1 ആണ് V2. So, I called Mohan എന്ന് പറഞ്ഞാൽ I did called അല്ല, I did call Mohan. എന്താ കാരണം? Did call ആണ് called. Got it? So, നെഗറ്റീവ് എന്ന് പറയാം. I didn't call Mohan. കുറേ സെൻറ്റൻസ് നോക്കാം. I played. ഞാൻ കളിച്ചില്ല എന്ന് പറയും. I didn't played എന്നല്ല, I didn't play. I read. ഞാൻ വായിച്ചില്ല. I didn't read എന്നല്ല, I didn't read. didn't കഴിഞ്ഞാൽ V1 പാടുള്ളൂ. കാരണം did plus V1 ആണ് V2. That's all. I didn't call Mohan. Now, yes, no plus. ഇപ്പോൾ ഞാൻ മോഹനെ വിളിച്ചു. ഞാൻ മോഹനെ വിളിച്ചില്ല. വിളിച്ചോ എന്ന് ചോദിക്കും. Did I call Mohan? ഞാൻ മോഹനെ വിളിച്ചില്ലേ? അത് ഞാൻ എന്നോടൊന്നും ചോദിക്കില്ല. അത് കാരണം നമുക്ക് Did you call Mohan? Yes, no question. The answer, yes or no. Y or N. Y or N means yes or no. Did you call Mohan? Yes, I called him. No, I didn't call him. Did you come here yesterday? നിങ്ങളോട് വന്നു. Yes, I came. No, I didn't come. Did you watch that movie? നിങ്ങൾ ആ സിനിമ കണ്ടോ? Yes, I watched that movie. ഞാൻ കണ്ടു. watched ഇല്ലെങ്കിൽ no, I didn't watch that movie. Did you buy anything from the market?
നിങ്ങൾ മാർക്കുന്ന എന്തെങ്കിലും വാങ്ങിയോ? യെസ്, ഐ ബോട്ട് സം വെജിറ്റബിൾസ് ഫ്രം ദ മാർക്കറ്റ്. ഒന്നും വാങ്ങിയില്ലേ? നോ, ഐ ഡിഡ്ന്റ് ബൈ എനിത്തിങ് ഫ്രം ദ മാർക്കറ്റ്. ഡിഡ്ന്റ് ബോട്ട് അല്ല അവിടെ. ബൈ, ബോട്ട്, ബോട്ട്. ഡിഡ് ബൈ ആണ് ബോട്ട്. ഇതാണ് ഇതിൽ സ്ലിപ്പാവുക. സംസാരിക്കുമ്പോൾ ഇതിൽ ടോൾ നമ്പർ 5യുടെ കോൺടെക്സ്റ്റ് എയിൽ സ്ലിപ്പാവാൻ സാധ്യതയുള്ളൊരു ഏരിയയാണത്. ഉണ്ടോ? ഡിഡ് യു കോൾ മോഹൻ? യെസ്, ഐ കോൾ ഹിം. നോ, ഐ ഡിഡ്ന്റ് കോൾ ഹിം. നോ, യെസ്, നോ മൈനസ്. ഡിഡ്ന്റ് യു കോൾ മോഹൻ? I told you. So these two are yes no questions. ഏത് ടൂളും യെസ് നോ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുമ്പോൾ ടു ദ എൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ ദ ടോൺ ഓഫ് യുവർ വോയിസ് ഷുഡ് ഗോ അപ്പ്. അതായത് ക്വസ്റ്റ്യൻ്റെ എൻഡിൽ ശബ്ദത്തിൻ്റെ ടോൺ മുകളിലേക്ക് പോകണം. ദിസ് ഇസ് കോൾഡ് റൈസിങ് ഇൻറ്റോണേഷൻ. അത് നമ്മൾ ടൂൾ നമ്പർ 1ലും 2ലൊക്കെ പറഞ്ഞതാണ്. ഉണ്ടോ? ഡിഡ് യു കോൾ മോഹൻ? ശബ്ദം മുകളിലേക്ക് പോകണം. യെസ് നോ ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങനെ. ഡിഡ്ന്റ് യു കോൾ മോഹൻ? കണ്ടോ? ശബ്ദം മുകളിലേക്ക് പോകണം. ഡിഡ് യു കോൾ മോഹൻ? ഡിഡ്ന്റ് യു കോൾ മോഹൻ? റൈസിങ് ഇൻറ്റോണേഷൻ. ടു ദ എൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ ടോൺ ഓഫ് യുവർ വോയിസ് ഷുഡ് ഗോ അപ്പ്. റൈസിങ് ഇൻറ്റോണേഷൻ. Now, WH. Who called മോഹൻ? ആരാണ് മോഹനെ വിളിച്ചത്? ഹൂ കെയിം ഹിയർ യെസ്റ്റർഡേ? ഇന്നലെ ആരോടെ വന്നത്? ഹൂ കോൾഡ് മീ ലാസ്റ്റ് വീക്ക്? കഴിഞ്ഞ ആഴ്ച എന്നെ ആരാ വിളിച്ചത്? ഹൂ ടുക്ക് ദിസ്? ഇത് ആരെടുത്തത്? ഹൂ ഡ്രാങ്ക് ദിസ് വാട്ടർ? ഈ വെള്ളം ആരാ കുടിച്ചത്? കണ്ടോ? ഹൂ സ്വിച്ച്ഡ് ഓൺ ദ ടി വി? ടേൺഡ് ഓൺ ദ ടി വി? ടി വി ആരാ ഓണാക്കിയത്? കണ്ടോ? ഹൂ turned the TV on? അല്ലെങ്കിൽ ഹൂ turned on the TV? കേട്ടോ? ആരാ ചെയ്തു? ഹൂ called മോഹൻ? I. Last one. Who did you call? ആരെയാണ് നിങ്ങൾ വിളിച്ചത്? കേട്ടോ? അത് whom did you call? തെറ്റല്ല, ശരി തന്നെയാണ്. Who did you call? ആരെ വിളിച്ചത്? I called Mohan. So this is level 2 of tool number 5, context A. So I did it. A very simple sentence in tool number 5, context A. I did it. ഞാനത് ചെയ്തു. Who did it? I did it. അപ്പോൾ അവിടെ ഡിഡ് എന്നുള്ളതൊരു മെയിൻ ആക്ഷൻ ആയിട്ട് വരുന്നത് അവിടെ. ഐ ഡിഡ് ഇറ്റ്. ഞാനത് ചെയ്തു. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഐ ഡിഡ്ന്റ് ഡു ഇറ്റ്. മൈനസ് ഡിഡ് യു ഡു ഇറ്റ്? നിങ്ങളത് ചെയ്തോ? ഡിഡ്ന്റ് യു ഡു ഇറ്റ്? നിങ്ങളത് ചെയ്തില്ലേ? അപ്പോൾ ഡിഡ് ക്യാൻ ഫങ്ഷൻ ആസ് എ മെയിൻ ആക്ഷൻ. കണ്ടോ? ഇതൊരു സ്പെയർ പാർട്ടാണ്. ടൂൾ നമ്പർ 1ൻ്റെ കോൺടെക്സ്റ്റ് എയുടെ സ്പെയർ പാർട്ട്. ബട്ട് ഇവിടെ ഡിഡ് ഒരു ഫുൾ ആക്ഷനായിട്ട് ഫങ്ഷൻ ചെയ്യണം. ഐ ഡിഡ് ഇറ്റ്. ഐ ഇറ്റ് എന്ത് വേണേ ആയിക്കോട്ടെ. ഐ ഡിഡ്ന്റ് ഡു ഇറ്റ്. അങ്ങനെ വരാം. നോ നമ്മൾ ടൂൾ നമ്പർ 4ൽ ഹൗ ലോങ്, എത്ര കാലമായി, അതെവിടെ ഉപയോഗിക്കാം. ഹൗ ലോങ് ഡിഡ് യു വർക്ക് ഇൻ മുംബൈ? നിങ്ങൾ എത്ര കാലം മുംബൈയിൽ ജോലി ചെയ്തു? ഐ വർക്ക്ഡ് ഇൻ മുംബൈ ഫോർ 8 years. ഹൗ ലോങ് ഡിഡ് യു സ്റ്റേ ഹിയർ? ഇവിടെ എത്ര കാലം താമസിച്ചു? ഐ സ്റ്റേഡ് ഹിയർ ഫോർ 2 years. Anyway, so this is context A of tool number 1. തുടർന്നുള്ള വീഡിയോ സെഗ്മെൻറ്റുകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ സർഗം അക്കാഡമി സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.